പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. വലാ അന ആബിദും മാ അബദ്തും നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ അഥവാ നിങ്ങളുടെ ആരാധന ഞാനും ആരാധിക്കുന്നവനല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ഞാൻ ആരാധിച്ചു വരുന്നതിനെ അഥവാ എന്റെ ആരാധന നിങ്ങളും ആരാധിക്കുന്നവരല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്കു നിങ്ങളുടെ മതം, എനിക്കു എന്റെ മതവും. ഇസ്ലാമിന്റെ പരിഭാവന സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുവാനും അത് പ്രായോഗികമായി നടപ്പിൽ വരുത്തുവാനുമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രഥമവും പരമപ്രധാനവുമായ ലക്ഷ്യമാകട്ടെ ശിർക്കിനെ നിർമ്മാർജ്ജനം ചെയ്ത് തൗഹീദിനെ സ്ഥാപിക്കുകയുമാണ്. മറ്റുള്ളതെല്ലാം ഈ ലക്ഷ്യത്തിന്റെ വിശദാംശങ്ങളും അനിവാര്യ ഫലങ്ങളുമാകുന്നു. അപ്പോൾ ബഹുദൈവാരാധനയാകുന്ന ശിർക്കും ഏകദൈവാരാധനയാകുന്ന തൗഹീദും തമ്മിൽ ഭാഗികമോ നാമമാത്രമോ ആയ സന്ധി പോലും ഉണ്ടാകുക സാധ്യമല്ല. രണ്ടും തമ്മിൽ പൂർവാപര വിരുദ്ധങ്ങളായിരിക്കേയുള്ളൂ. ഈ യാഥാർത്ഥ്യം സുസ്പഷ്ടവും ഖണ്ഡിതവുമായ ഭാഷയിൽ ശക്തിയുക്തം തുറന്നു പ്രഖ്യാപിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് ഇത്. തൗഹീദിന്റെ മൗലിക വശങ്ങളെ സുവ്യക്തമായ ഭാഷയിൽ സംക്ഷിപ്തമായി വിവരിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ പൊരുത്തവും ബന്ധവും അവയിലെ ആശയങ്ങളുടെ പ്രാധാന്യവും വ്യക്തമാണല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന കലിമത്ത് തൗഹീദിന്റെ ആദ്യ ഭാഗമായ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല എന്നതിന്റെ വിശദീകരണമാണ് ഈ സൂറത്ത് എന്നും അവസാന ഭാഗമായ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ എന്നതിന്റെ വിശദീകരണമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നും പറയാം. ഈ രണ്ട് സൂറത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതിന്റെ രഹസ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഈ സൂറത്തിലെ ആശയം ഇങ്ങനെ സംഗ്രഹിക്കാം: അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്ന യാതൊരു ദൈവത്തെയും, അവ വിഗ്രഹങ്ങളാവട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ, ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ അതിന് തയ്യാറുമില്ല. ഞാൻ ആരാധിച്ചു വരുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. അവനെ നിങ്ങളും ആരാധിക്കുന്നില്ല, അതിന് നിങ്ങൾ തയ്യാറുമില്ല. നിങ്ങൾ നടത്തിവരുന്ന ശിർക്കുപരമായ ആരാധനാമുറകൾ ഒന്നും എനിക്ക് സ്വീകാര്യമല്ല. എന്റെ ആരാധനാമുറകൾ നിങ്ങളും സ്വീകരിക്കുന്നില്ല. എന്റെ ആരാധ്യനായ അള്ളാഹു നിർദ്ദേശിച്ചു തന്ന ആരാധനാരൂപം മാത്രമാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾ നടത്തിവരുന്ന ആരാധനകളാകട്ടെ, അവ നിങ്ങൾ തന്നെ സ്വയം കെട്ടിയുണ്ടാക്കിയ ചില ചടങ്ങുകൾ മാത്രമാണ്. അതുകൊണ്ട് നാം തമ്മിൽ ഒരു കാലത്തും യോജിക്കുക എന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മതവും നടപടിക്രമവും പിൻപറ്റിക്കൊള്ളുക, ഞാൻ എന്റെ മതവും നടപടിയും പിൻപറ്റിക്കൊള്ളാം. അതതിന്റെ ഫലം നമുക്ക് ഇരു കൂട്ടർക്കും വഴിയെ കണ്ടറിയുകയും ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചവരും അവരുടെ ജനതയായ മുശ്രിക്കുകളോട് നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുവരേക്കും നാം തമ്മിൽ പ്രത്യക്ഷ ശത്രുതയാണുള്ളതെന്നും മറ്റും തുറന്ന് പ്രഖ്യാപിച്ചവരും സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് നല്ലതായ ഒരു മാതൃകയുണ്ട് എന്നും അതോടൊപ്പം നമ്മെ അള്ളാഹു ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മുംതഹിന 4-ാം വചനം നോക്കുക. അതുപോലെയുള്ള ഒരു പ്രഖ്യാപനം ഈ സമുദായത്തിലെ മുശ്രിക്കുകളോടും ചെയ്യുവാനാണ് ഈ സൂറത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന അവിടുത്തെ അനുയായികൾക്കും ബാധകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു ആലം.